89.6 FM Sargakshetra. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. Curtain Raiser. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ഉണ്ട്, അതുപോലെ തന്നെ കൂടെ ദിവ്യയുണ്ട്. യെസ്, സാധാരണഗതിയിൽ SK ജംഗ്ഷനിൽ നമ്മൾ യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാറുള്ളത്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്, നമ്മൾ ഫുഡിനെ കുറിച്ച് കേൾക്കാറുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലേറെ ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിനോദം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. കലയെ ആസ്വദിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ കോട്ടയത്ത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം CMS കോളേജിൽ ഈ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഒരു ഗ്രാൻഡ് ഡേയ്സ് നടക്കുന്നുണ്ട്, ഒരു മഹോത്സവം നടക്കുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ കുറേ ടീം അംഗങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരെ അങ്ങോട്ട് വെൽക്കം ചെയ്താലോ ദിവ്യ? ജോ, ഒരു വമ്പൻ പരിപാടി എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടി അല്ല, അത് വെറും ഒരു പരിപാടിയായിട്ട് കാണാൻ പറ്റത്തൂല. സത്യം. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചറിഞ്ഞ് തന്നെ ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പോയേക്കാം. അതെ, ചോദിച്ച് അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരും നമുക്ക് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ CMS കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി, അതുപോലെ തന്നെ തിയേറ്റർ ക്ലബ് കോർഡിനേറ്റർ അഞ്ജു കുര്യൻ മാമിലേക്കാണ്. മാം, ഹലോ. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, നമ്മുടെ CMS കോളേജിൽ എന്താണ് നടക്കുന്നത് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. CMSൽ നമ്മൾ ഫെബ്രുവരി 19 തൊട്ട് 22 വരെ ഒരു പ്രൊമിനേറ്റ് തിയേറ്റർ പെർഫോമൻസ് നടത്താനായിട്ട് പോവുകയാണ്. NS മാധവൻ സാറിൻ്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിനെ നമ്മളൊന്ന് ഡ്രാമറ്റൈസ് ചെയ്യുവാണ്. അപ്പം കേരളത്തിലെ ഡ്രാമ സ്കൂളുകൾ അല്ലാതെ ഒരു അക്കാഡമിക് സ്പേസിൽ പ്രൊമിനേറ്റ് തിയേറ്റർ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അതൊരു പൈനിയറിംഗ് അറ്റംപ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു അറ്റംപ്റ്റ് നമ്മളെന്താ ആസ്വദിക്കാനായിട്ട് നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരു ട്രഡീഷണൽ തിയേറ്ററിൽ നിന്ന് ഒരിച്ചിരി ഡിഫറെൻ്റ് ആണ്. സാധാരണ ഒരു നാടകം എന്ന് പറയുമ്പോൾ നമ്മളത് കാണാനായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് കാണുക മാത്രമല്ല, നമ്മൾ അതിലും ബിയോണ്ട് ആയിട്ട് പോയിട്ട് ആ ഒരു സ്റ്റോറി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സോ വി വോണ്ട് ദ കോട്ടയം ക്രൗഡ് ടു ബി ദെയർ. യെസ്, അപ്പം അതിലേക്ക് നിങ്ങൾ വരൂ, കോട്ടയംകാരെ നിങ്ങൾ ഇതിലേ വരൂ എന്ന് നമ്മളിത് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാടകം നടക്കും, നാടകത്തിന്റെ കൂടെ നമ്മളും നടക്കും. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും CMS കോളേജിൽ ഇത്തരം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊമനേറ്റ് നാടകം എത്തുന്നു എന്നുള്ളൊരു കാര്യം അഞ്ജുമാൻ പറഞ്ഞു. പക്ഷേ ഇവരെ മാം അല്ലാണ്ട് കുറച്ച് ശബ്ദങ്ങളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും നമുക്ക് ഒന്നൊന്നായി പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് നമിത, ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നു. തിയേറ്റർ ക്ലബിന്റെ അംഗമാണ്. എല്ലാമാണ്. എല്ലാമാണ്. ഒരു ഡൗട്ട്, എല്ലാം കൈ കാണിച്ചിട്ട് ഞാൻ എല്ലാമാണ്. എല്ലാരും എല്ലാമാണ്, ഞാനും എല്ലാമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമിത ഇതിനകത്ത് ഏതാണ്, ബാക്ക് സ്റ്റേജ് ആണോ അതല്ല അഭിനയത്തിലാണോ, മുന്നിലാണോ പിന്നിലാണോ? മുന്നിലാണ് നിൽക്കുന്നത്, അഭിനയത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ആരാണ്? പേര് പറഞ്ഞാട്ടെ. എൻ്റെ പേര് നിവേദിത, ഞാൻ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. സത്യത്തിൽ ഞാൻ തിയേറ്റർ ക്ലബിലുള്ള ആളല്ല, ബട്ട് കോളേജ് പ്ലേയുടെ ഫോം വന്നപ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ജോയിൻ ചെയ്യുന്നതാ. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു. ഇപ്പൊ അതിനകത്തല്ലേ, അതിനകത്ത് തന്നെയാണ് തിയേറ്റർ ക്ലബിൽ ഒരംഗം കൂടെ ആഡായി. അതെ. നെക്സ്റ്റ് വൺ ആരാണ്? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഹലോ, എൻ്റെ പേര് ഭാവിക്കാണ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു നാടകം ചെയ്തായിരുന്നു. പക്ഷെ എന്നിട്ടും തിയേറ്റർ ക്ലബിൽ കയറാൻ ഒരു മടിയായിരുന്നു. കാരണം എല്ലാ ദിവസവും കയറി നിൽക്കണമല്ലോ. പിന്നെ ഞാൻ മെയിൻലി ബാക്ക് സ്റ്റേജാ. പിന്നെ അഭിനയത്തിൽ ഞാൻ ഇടയ്ക്ക് 1-2 ക്യാമിയോയും പിന്നെ ഒരു ഡയലോഗ് മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാ. ക്യാമിയോ റോളിൽ വല്ലപ്പോഴും വന്നിട്ട് പോകുന്ന ആളാണ് പ്രധാന കഥാപാത്രം. ഇടയ്ക്ക് വന്ന് കയ്യടി വാങ്ങുന്ന ടീമാണ് ഭാവിക. ഭാവികന്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ പേര് പറഞ്ഞാട്ടെ. എൻ്റെ പേര് ശ്രേയൽസുവത്. ഞാൻ CMS കോളേജിൽ BVOC ട്രാവൽ ടൂറിസം ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ ഒരു ഡ്രാമയിൽ സ്റ്റേജ് മാനേജർ പിന്നെ ഒരു ആക്ടിങ്ങും ചെയ്യുന്നുണ്ട്. തിയേറ്റർ ക്ലബിൽ ഞാനൊരു വെറുതെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ തവണ ഞാൻ ക്ലബ്ബിൽ കയറിയിട്ട് അതിൻ്റെ ഏരിയയിൽ പോലും പോകാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇത്തവണ ക്ലബ്ബിൽ കയറി മിക്ക ക്ലാസ് ഞാൻ ഇതിലും പോയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്ത് എന്നൊരു സ്ഥലമാണ് ഈ തിയേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശ്രേയയ്ക്ക് ശേഷം. ഹായ്, എൻ്റെ പേര് പ്രണവ് മോഹനൻ. ഞാൻ പെട്ടെന്ന് പ്രണവ് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് മോഹൻലാൽ, മോഹനേ ഉള്ളൂ. ഓക്കെ, ഞാൻ സെക്കൻഡ് BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. ഇതിൻ്റെ വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു താല്പര്യത്തിലും പിന്നെ ഈ വർഷം കയറണ്ടെന്ന് വിചാരിച്ച എൻ്റെ വാർഡനാണത്, 5 ദിവസത്തിൻ്റെ വാർഡനാണ്. അപ്പോൾ മിസ്സും പറഞ്ഞ് കയറുന്നോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഫോഴ്സ് കിട്ടിയ സമയത്ത് കൊള്ളാനെ കയറിയേക്കാം ഒരാഗ്രഹമുണ്ട്. അങ്ങനെ കയറിയതാണ്. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ബാക്ക് സ്റ്റേജുമാണ്.
അതുപോലെ തന്നെ കുറച്ച് സീൻ ചെയ്യുന്നുണ്ട്. ഡയലോഗ്സും കുറച്ചേ ഉള്ളൂ, പക്ഷേ സീൻ കുറെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഡയലോഗില്ല സീനകത്ത് ഞാൻ വരുന്നുണ്ട്. എന്താ വാക്കുകളിട്ട് അമ്മാനം ആണെങ്കിലും എക്സ്പ്രഷൻ ഇട്ട് അമ്മാനം വളരാനായിട്ട് പ്രണവ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇവരെല്ലാരും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ 19 തീയതി മുതൽ 22 തീയതി വരെ നടക്കുന്ന പ്രൊമനേഡ് നാടകം അറ്റ് CMS കോളേജ്, നമ്മുടെ സ്വന്തം കോട്ടയത്ത്. എന്തായാലും എന്തുകൊണ്ട് ഈ നാടകം സ്പെഷ്യലായി മാറുന്നു തുടങ്ങി ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമേ കേട്ടുള്ളൂ. ഇനി ഇവർ ഒരുക്കി വെച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കും. നിങ്ങളെ ഒരു നമ്മുടെ ഒരു അതിഥികൾ എന്ന നിലയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു പാട്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ഹൃദയത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്ലേ ഒരു 1950s to 60s സെറ്റിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലെ എല്ലാവരും ചൊല്ലണ എന്ന സോങ്. നിങ്ങളെ എന്തായാലും ആ പ്ലേയിൽ ഈ പാട്ട് ഒരുപാട് തവണ ആക്ട് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കുന്നതായിരിക്കുമല്ലോ. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ആ പാട്ടും കൂടെ അങ്ങോട്ട് പാടിയാലോ? തോന്നി അങ്ങോട്ടാ വരുന്നതെന്ന് തോന്നിയെന്ന് ശ്രേയ ഇപ്പോൾ കിടന്ന് പറയുന്നുണ്ട്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്, ഞാനന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. കർട്ടൻ റൈസർ. അങ്ങനെ നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ ഒപ്പം ഞാനും ജോയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് SK ജംഗ്ഷനിൽ. എന്തിനെ പറ്റിയാണ് ജോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ CMS കോളേജിൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നാടകം നടക്കുന്നുണ്ട്, പ്രൊമനേഡ് നാടകം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കർട്ടൻ റൈസർ എന്ന നിലയിൽ നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരെ ഇനി അഞ്ജു മാമിലേക്ക് ഒന്ന് പോവാണേ. മാമിനെ കുറിച്ച് പറയുന്നത് തിയേറ്റർ ക്ലബിലെ കോർഡിനേറ്റർ ആണ് മാം. ഇങ്ങനെ ഒരു നാടകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ 19 തീയതി മുതൽ 22 തീയതി വരെ CMS കോളേജിൽ നിന്ന് നടത്തും എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ഫൈനൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലേ, അതിന്റെ പിന്നിലുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ആ ഒരു BTS ഓഫ് ദാറ്റ് ഡിസിഷൻ എന്തായിരുന്നു ഒന്ന് പറഞ്ഞാൽ? നമ്മൾ കോളേജിൽ 19 ക്ലബ്ബുകളുള്ളത് എല്ലാം തന്നെ ജൂണിൽ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തു. സോ കുട്ടികളെല്ലാം ജൂൺ തൊട്ട് വളരെ ആക്റ്റീവായിട്ട് ആദ്യത്തെ വർക്ക്ഷോപ്പുകളെല്ലാം പങ്കെടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ അതൊന്ന് അൺലീഷ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഇവർക്ക് കൊടുക്കാം എന്നുള്ളതിലാണ് നമ്മൾ കോളേജ് പ്ലേ എന്നൊരു ഡിസിഷനിലോട്ട് എത്തുന്നത്. അപ്പം നമ്മൾ മിക്ക വർഷങ്ങളിലും നാടകങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം കോളേജിൻ്റെ ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് സാക്ഷരം എന്ന് പറഞ്ഞൊരു നാടകം നടത്തിയിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ക്യാമ്പസ് നമുക്കൊരു വലിയ പോസിബിലിറ്റി ആണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹിയിൽ പഠിച്ച അതുൽ മോഹൻ സിംഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുമായിട്ട് കോണ്ടാക്റ്റിലെത്തി. അപ്പം അദ്ദേഹം വന്നു, നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പം ഒരു പ്രൊമിനേറ്റ് നാടകം നടത്താം. CMS കോളേജിൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റിന് നമുക്ക് ആ ഒരു സൈറ്റ് സ്പെസിഫിക് അല്ലെങ്കിൽ പ്രൊമിനേറ്റ് നാടകം നടത്താനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്നുള്ള നാടകം അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം NS മാധവൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിലും സാറ് പറയുന്നത് കൊച്ചി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇന്നെവിറ്റബിൾ ഫാക്ടറാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സാറിൻ്റെ നോവലിലെയും ഒരു ഇന്നെവിറ്റബിൾ ഫാക്ടറാണ്. നമ്മുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് എന്നുള്ളൊരു കോമൺ ഫാക്ടറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നാടകം ചൂസ് ചെയ്യുന്നത്. നമ്മൾ സാറിനെ വിളിച്ചു, സാറ് നമുക്ക് ഭയങ്കര മോറൽ സപ്പോർട്ട് തന്നു. ഹി വാസ് വെരി ഹാപ്പി ടു എഗ്രി വിത്ത് അസ് ടു ഡ്രാമറ്റൈസ് ദ നോവൽ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഒക്ടോബറൊക്കെ ആയപ്പോൾ തൊട്ട് നമ്മൾ പയ്യെ ഇവരെ ഓരോ വർക്ക്ഷോപ്പുകളുമായിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്ത് ഇപ്പം വി ആർ റെഡി ടു ഗോ. യെസ്, ഞാൻ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ഫുള്ള് CMS കോളേജിന്റെ ഓരോ ഭാഗങ്ങളും, അതായത് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ കോട്ടയംകാര് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്ന ഒന്നാണ് നമ്മുടെ CMS കോളേജ് എന്നുള്ളത്. അതിന്റെ മനോഹാരിത ആസ്വദിക്കാത്തവർ ആരുമില്ല. അത് പകലായിക്കോട്ടെ രാവായിക്കോട്ടെ, അത്ര ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ലണ്ടൻ ബത്തേരി ലുത്തിനിയകളിലെ മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം, അല്ലേ ദിവ്യ? അതെ, പാട്ടുകൾക്ക് ശേഷം നമുക്ക് അവരെ ഓരോരുത്തരെയും പരിചയപ്പെടാം, അവരുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട്
നമുക്ക് സംസാരിക്കാം. യെസ്, അപ്പൊ എന്തായാലും CMS കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ആദ്യം എത്തുന്നത് ക്ലാസ്മേറ്റ്സ് തന്നെയാണ് അല്ലേ? അപ്പം ക്ലാസ്മേറ്റ്സിൽ കാറ്റാടി തണലും എന്ന പാട്ട് എന്തായാലും ഒരേ ശബ്ദത്തിൽ ഒരേ മനസ്സോടുകൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പാട്ട് സർഗക്ഷേത്ര 89.6 FM നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതായിരിക്കും. പാട്ടുകൾക്ക് ശേഷം കേൾക്കണം ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ എന്ന പ്രൊമനേഡ് നാടകത്തിന്റെ വിശേഷങ്ങൾ SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ. കർട്ടൻ റൈസർ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതിനെ പറ്റി, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ സാറിന്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഹിഗ്ഗുറ്റോ പോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ശ്രദ്ധിച്ചെന്നറിയോ, സാർ ഒരേ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, അത് ഇതാണ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികളാണ്. ഹിഗ്ഗുറ്റോ പോലുള്ള ചെറു കഥകൾ എഴുതിയിട്ട് സാർ ഇങ്ങനെ ഒരു നോവൽ എഴുതിയപ്പോൾ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഓരോ കഥാപാത്രങ്ങൾ ആഡ് ചെയ്യുന്തോറും ആ കഥ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ജോ, അപ്പോൾ ഈ ഒരു നാടകത്തിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ഒരു പങ്കെന്ന് മാത്രമല്ല ഒരു ചെറിയ പാട് തന്നെ ആയിരിക്കും ഓരോരുത്തരും. പങ്കപ്പാട് അപ്പൊ ചെറിയൊരു കാര്യം ആയിരിക്കില്ല. അപ്പോ നമുക്ക് ഓരോ കഥാപാത്രങ്ങളെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നു, ഓരോരുത്തരെ കൊണ്ടുവന്നു എന്നങ്ങ് ചോദിച്ചാലോ? തീർച്ചയായിട്ടും ചോദിച്ചാലേ. നമുക്ക് അത് കുട്ടികളിലേക്ക് തന്നെ പോകാം. കാരണം ആദ്യം മാമിലേക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുവാണ്. ഇത് എങ്ങനെയായിരുന്നു ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ എത്തിയത്? കുട്ടികൾക്ക് ഓഡീഷൻ വഴിയാണോ എത്തിയത് എന്ന് കഴിഞ്ഞ് മാം പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഓഡീഷൻ അനുഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. നമ്മളൊരു ഓഡീഷൻ നടത്തി, പക്ഷേ നമ്മുടെ ഓഡീഷൻ ഒരിക്കലും ഒരു ട്രഡീഷണൽ ഓഡീഷൻ അല്ല. നമ്മളൊരു ക്യാരക്ടർ അവരോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അവരെ ചൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. നമ്മൾ ഓഡീഷന് വന്ന എല്ലാവരെയും തന്നെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമായിരുന്നു. നല്ല അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരെ ചേർത്തൊരു പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അവർക്ക് അഭിനയത്തോടുള്ള അവരുടെ പാഷനെ അക്നോളജ് ചെയ്തുകൊണ്ട് അവരുടെ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന എല്ലാവരെയും ഇൻകോർപ്പറേറ്റ് ചെയ്തു. എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അവർ തമ്മിൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വി ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് ഈച്ച് ഓഫ് ദം ആർ കോമ്പീറ്റിംഗ് വിത്ത് വൺ അനദർ. അത്രയ്ക്കും നന്നായിട്ടാണ് കുട്ടികളെല്ലാം അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. നമ്മൾ ഇവരുടെ ക്യാരക്ടേഴ്സിനെ ഇവർക്ക് ചൂസ് ചെയ്തത് ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഇവർ അഭിനയിച്ച് നോക്കി. കഥ ആദ്യം ഇവർക്ക് ഇതിൻ്റെ നോവലിൻ്റെ സ്റ്റോറി ഡിസ്കഷൻ റീഡിങ്ങിലാണ് തുടങ്ങിയത്. അപ്പോൾ റീഡിങ് തുടങ്ങി ഇവർ ക്യാരക്ടേഴ്സുമായിട്ട് ഫെമിലിയറായി. വായന എന്ന് പറയുന്നത് ഈ ഒരു ജനറേഷനിൽ ഇച്ചിരി കുറവുള്ളതായതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം ആരും അത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. വായിച്ചിട്ടുള്ള 3-4 കുട്ടികളും ഡയറക്ടറും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ കഥ അവർ മനസ്സിലാക്കി. എന്നിട്ട് അവർ പല പല ക്യാരക്ടറുകൾ ചെയ്ത് നോക്കുക ചെയ്തത്. അപ്പം അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ പിക്ക് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷനോ എനിക്ക് ആ ക്യാരക്ടർ വേണം അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഇടയിൽ അധികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഹെൽത്തി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുട്ടികൾക്ക് താല്പര്യത്തോടുകൂടി ആരൊക്കെ വന്നോ അവർക്കൊക്കെ ഓരോ അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെ കൊടുത്തു, അവരെ സ്റ്റേജിൽ കയറ്റി അവരുടെ ഒരു അഭിനയ മോഹം അത് സാക്ഷാത്കരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ. അതിനിപ്പോൾ ഞാൻ മൈക്ക് ശ്രേയയിലേക്ക് ഒന്ന് കൈമാറുവാണ്. അതായത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്നറിഞ്ഞ മൊമെന്റ് ഇപ്പം നമ്മൾ എല്ലാവരോടും പങ്കുവെക്കുമല്ലോ, എടാ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, വരണം കേട്ടോ, നിനക്ക് ഈ ഒരു ടാലന്റ് ഉണ്ട് എന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കുകയും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും നമ്മൾ ചെയ്യുവായിരുന്നു. സോ നിങ്ങളുടെ കുട്ടികളുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു? നമ്മുടെ ഇങ്ങനെ ഒരു നാടകം നടക്കാനായിട്ട് പോകുന്നു, ഒരു പ്രൊമനേറ്റ് നാടകമാണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എന്താണ് ശ്രേയ എന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഡീഷൻ ടൈമിൽ അറിഞ്ഞൂടായിരുന്നു ഇതൊരു പ്രൊമനേറ്റ് നാടകമാണെന്ന്. ഞങ്ങളിത് കയറിക്കഴിഞ്ഞ് പതിയെ സ്റ്റോറീസൊക്കെ വായിച്ച് വന്നു കഴിഞ്ഞിട്ട് പതിയാണ് മനസ്സിലാക്കിയത് ഇത് ഇങ്ങനത്തെ ഒരു നാടകം. അപ്പം ഞങ്ങൾ ഇതുവരെ ആർക്കും അങ്ങനെ കേട്ടിട്ടുമില്ല, പരിചയമില്ല. ഇപ്പം ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഭയങ്കര എങ്ങനെ ആയിരിക്കും ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ചെയ്തു നോക്കിയപ്പോൾ സംഭവം കൊള്ളാം, വെറൈറ്റി, ആർക്കും ബോറടിപ്പിക്കത്തില്ല. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ വലിയ ബോറടിയൊന്നും ഇല്ലാണ്ട് ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ പറ്റും നല്ല ഉറപ്പായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രാക്ടീസൊക്കെ. ഓക്കെ, ആൻഡ് ഞാനിപ്പം ഒരു കാര്യം ഒന്ന് എടുത്തു പറയുകയാണ്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് പ്രൊമനേറ്റ് നാടകം എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് പറയാനായിട്ട് നമ്മുടെ ഭാവിക ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സോ ഭാവിക പറഞ്ഞാട്ടെ. ഇപ്പം ശ്രേയ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊമനേറ്റ് നാടകം എന്നുള്ളത്. പക്ഷേ എന്നാലും ഭാവിക അതിന്റെ ഒരു താത്വിക അവലോകനത്തിൽ നിന്നൊക്കെ ഒന്ന് ചീന്തിയെടുത്തെന്ന് പറയുവാണെങ്കിൽ പറഞ്ഞാട്ടെ എന്താണ്? അതെ, ഏടുകൾ എവിടെ ചീന്തിയെടുത്ത് പറയണം. പ്രോമിനേറ്റ് തിയേറ്റർ പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി ഒരു സ്റ്റേജ് യൂസ് ചെയ്താൽ നാച്ചുറലി തിയേറ്ററൊക്കെ പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത്. കാരണം ഞങ്ങൾ ഒരു സ്ഥലത്തിൽ ഫിക്സ് അല്ല, ഞങ്ങൾ പല പല ലൊക്കേഷനിൽ മാറി ഓഡിയൻസിനെ മാറിക്കൊണ്ട് ഞങ്ങൾ ചുറ്റുപാടിനെ മൊത്തം മാറ്റിയെടുക്കുകയാണ്.
ശരിക്കുള്ള CMS ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു വേറെ വേർഷൻ തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. അതായത് ജോ, ഓരോ രംഗവും നടക്കുന്നത് ഓരോ സ്ഥലത്താണ്. CMS കോളേജിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഓരോ രംഗങ്ങൾ നടക്കുന്നു, പശ്ചാത്തലമായി മാറുന്നു. 90 പേരെ അല്ലേ, 90 പേർക്ക് മാത്രമേ ഒരു സമയം ഈ ഒരു സ്കിറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവരോടൊപ്പം നടന്ന്, കഥാപാത്രങ്ങളോടൊപ്പം നടന്ന് നമുക്ക് നാടകം കാണാൻ കഴിയും. ഓക്കെ, എന്തായാലും ഈ വരുന്ന 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് നമ്മുടെ പ്രൊമനേറ്റ് നാടകമായ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ CMS കോളേജിൽ നടക്കുന്നത്. അപ്പം എന്തായാലും അതിന്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു SK ജംഗ്ഷനിലൂടെ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ, പ്രാക്ടീസിലെ ചില ഫൺ ആൻഡ് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. കർട്ടൻ റൈസർ. അങ്ങനെ SK ജംഗ്ഷൻ ദേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ശാന്തരായിട്ടാണെങ്കിലും ഞാനാണെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി CMS കോളേജിൽ ഒന്ന് ചെന്നപ്പോൾ അവിടെ പ്രാക്ടീസ് നടക്കുകയാണ്. അവസാന ഭാഗത്തിനോടടുത്തുള്ള ഒരു രംഗമായിരുന്നു അവിടെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു, ദിവ്യ മിണ്ടാണ്ട് നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാത്രിയിൽ ഒരു കുട്ടി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പോകുന്നു. കുറേ പേര് റാന്തലൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം ഞാൻ ഓക്കെ, ഇവർ ഇവിടെ എന്തോ രംഗം ശരിയാക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാനും ആ നാടകത്തിനകത്തൂടെ പോയത്. അവിടെ അത് നടക്കുകയായിരുന്നു ശരിക്കും. ഞാൻ ആ രംഗത്തിനകത്തൂടെ ഞാനും ഒരു ക്യാമിയോ റോളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ ഇവന് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയാണ് പ്രൊമനേറ്റ് നാടകമാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു ഒരു പ്രാക്ടീസ് അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ചൊല്ലിത്തന്ന പാഠങ്ങൾ? എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞാട്ടെ. ആരൊക്കെയാ പറയാൻ പോകുന്നത്? നമിത ആൻഡ് നിവേദിത, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാട്ടെ. ആ ഒരു മുഖം കാണുമ്പോൾ എനിക്കത് ചോദിക്കാൻ തോന്നുന്നു. നിവേദിത പറഞ്ഞോ. പ്രാക്ടീസ് സെക്ഷൻ സത്യത്തിൽ നല്ല ഫണ്ണാ. നമ്മളെല്ലാവരും, നമ്മൾ കുട്ടികളാണല്ലോ, അപ്പം നമ്മുടെ രീതിയിൽ ഇത് പോയിക്കൊണ്ടിരിക്കും. പ്രാക്ടീസ് സെക്ഷനേ ഫണ്ണാണെന്ന് പറയാൻ ഞാൻ ഓപ്പൺ മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നേ. 7 മണി കയറിയ കുട്ടികൾ ഇറങ്ങി വരുന്നത് ഏകദേശം ഓപ്പൺ മൈക്കിന്റെ സമയത്താണ്. അപ്പോഴും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലേ? അല്ലേ നമിത പറഞ്ഞാട്ടെ. ആ നമിതയുടെ ആ ഒരു ഓർമ്മകളിലൂടെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത്? ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയും. പ്രാക്ടീസ് സെഷൻ എന്ന് പറയുമ്പം ഇതിപ്പം സൈറ്റ് സ്പെസിഫിക് ആയതുകൊണ്ട് ഇപ്പം നമുക്കും ആദ്യം കയറിയപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താ സംഭവം, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു 5 ഡേ നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളെ ഒന്ന് എന്താണ് സൈറ്റ് സ്പെസിഫിക് നാടകം, എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു 5 ഡേയ്സ് ഞങ്ങളെ ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ പെതുക്കെ ക്യാരക്ടേഴ്സ് ഓരോന്ന് അസൈനായി. പിന്നെ പെതുക്കെ ഇത് തുടങ്ങി. നമ്മൾ സീനുകൾ വൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത ആദ്യമൊക്കെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഒരു ഹോളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ട് മൂവ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഇന്നോട്ട് പുറത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച്. ആദ്യം നമ്മളിങ്ങനെ പുറത്ത് ചെയ്യുന്ന ഇങ്ങനെ ഓരോന്ന് ഒച്ചത്തിൽ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പറയുമ്പം അവിടെ നിന്ന് ചുറ്റി നിൽക്കുന്ന എല്ലാവരും നോക്കും, ഓ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പെതുക്കെ നമ്മളും ഫെമിലിയറായി. ഇവിടെ നിന്നിട്ട് ഈ സൈറ്റിൽ ഇങ്ങനെയൊക്കെ നടക്കും, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. അങ്ങനെ പെതുക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ ആ ഒരു റണ്ണിൻ്റെ സമയത്ത് അവിടെ ഒരു ലണ്ടൻ ബത്തേരി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കും. ആ ഒരു ഐലൻഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മളിനിയിപ്പം കേൾക്കാത്ത ശബ്ദം പ്രണവിൻ്റെയാണ്. പ്രണവിൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രണവ് വന്നപ്പോൾ തന്നെ ഒരു ലൂസ് ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയം പ്രണവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ. അപ്പം ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ബഡ്ഡിങ് ആക്ടർ എന്ന നിലയിൽ എന്താണ് ആ ഒരു പ്രാക്ടീസ് സെഷൻ തന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രണവിന്? കാരണം പിന്നെ ഉറക്കം എല്ലാം ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി ഡിസിപ്ലിനാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും സംസാരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും നേരം മിണ്ടാണ്ടിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ പറഞ്ഞു. അപ്പൊ എന്തായാലും പറഞ്ഞു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇവിടെ. ഓക്കെ, പ്രണവ് അങ്ങനെ ഡിസിപ്ലിൻ പഠിച്ചു എന്ന് പറഞ്ഞു. ശ്രേയ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? പ്രണവിന്റെ വക ഡിസിപ്ലിൻ പ്രണവ് പഠിച്ചു. ശ്രേയ എന്ത് പഠിച്ചു ഈ ഒരു പ്രാക്ടീസ് സെഷനിലൂടെ? അല്ലെങ്കിൽ ഈ ഒരു നാടകം തന്ന ശ്രേയനെ മാറ്റിമറിച്ചത് എങ്ങനെയാന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എനിക്ക് നല്ല രീതിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായ ഒരാളാണ്. ഇങ്ങനെ ഒരു മൈക്ക് പോലും കൈയെടുത്തത് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അത് നല്ല രീതിക്ക് മാറിക്കിട്ടി. ഇപ്പൊ ഓപ്പൺ ആയിട്ട് എന്നോട് എന്തെങ്കിലും അവിടെ ഫ്രണ്ടിൽ ചെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഈ ഒരു തിയേറ്ററിന്റെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല ചമ്മലായിരുന്നു. ഇപ്പൊ 2-3 പേരുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും പോട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാന്നുള്ള ഒരാളായിരുന്നു.
പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞ ഓക്കെ റെഡിയാണ് ചെയ്യാന്നുള്ളൊരു ഇതായി. അപ്പൊ ഇച്ചിരി കോൺഫിഡന്റ് ആയി. യെസ്, അങ്ങനെ നമ്മൾ മുമ്പേ അഞ്ജു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയത്തെ ഒരു എന്താ പറയുക ഒരു അഭിമാന തിളക്കമാക്കി മാറ്റുക ഈ ഒരു നാടകത്തിലൂടെ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല നമ്മുടെ കുട്ടികളിലെ ആ ഒരു തിളക്കം ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഈ ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഒരു നാടകത്തിലൂടെ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം, അല്ലേ ദിവ്യ? യെസ്, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. 89.6 FM സർഗക്ഷേത്ര. SK Junction. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ. കർട്ടൻ റൈസർ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ ഞാനും ജോയിയുടെ CMS കോളേജിൽ നടക്കുന്ന ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ എന്ന നാടകത്തിന്റെ, വെറും നാടകമല്ല, നാടകം നടന്നുകൊണ്ട് കാണണം. ആ നാടകത്തിന്റെ വിശേഷങ്ങൾ, റോമിനേറ്റ് നാടകത്തിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ നാടകത്തിലെ ഓരോരോ കഥാപാത്രങ്ങളും അത്രയും മനോഹരമാക്കിയ കുട്ടികളോട് നമുക്കിത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനി ആരോടൊക്കെയാണ് ജോ നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നേ? ഇനി നമുക്ക് എന്താ പറയാ ഭാവിയിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് നിവേദിതയിലേക്ക് എത്തിയല്ല. കാരണം നിവേദിത ഞാൻ പറയാൻ തയ്യാർ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സോ നിവേദിത പറഞ്ഞാട്ടെ, എന്തായിരുന്നു ചോദ്യം? ഇതാണ് നിവേദിത, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ, ഈ ഒരു നാടകം ഇപ്പൊ നമ്മള് ഒക്ടോബർ മാസം മുതലാണ് ഇതിന്റെ ഒരു പണിപ്പുര തുടങ്ങി എന്നുള്ളത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശ്രേയ പറഞ്ഞു, ശ്രേയയുടെ ഒരു സ്റ്റേജ് ഫിയർ മാറി, നമ്മുടെ പ്രണവിന്റെ ഡിസിപ്ലിൻഡ് ആയി കുറച്ചും കൂടെ. അപ്പം എന്താണ് നിവേദിതയ്ക്ക് ഈ ഒരു നാടകം കോൺട്രിബ്യൂട്ട് ചെയ്തത് ടു ദ കോർ? ആ ഒരു ഇൻഡിവിജ്വലിന് എന്തൊക്കെയാ കാര്യങ്ങളാണ് പഠിപ്പിച്ചു തന്നത്? ശ്രേയ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ കോൺഫിഡൻസും കുറേ വളർന്നിട്ടുണ്ട് ഈ പ്രോഗ്രാമിലൂടെ. പിന്നെ ഞാൻ കുറേ കൂടി ഡിസിപ്ലിൻഡായി. എനിക്ക് ഓരോരോ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അബിലിറ്റി, ഇപ്പോൾ കുറേ വർക്കും കുറേ ടാസ്കും എല്ലാ ദിവസവും ഉണ്ട് ചെയ്യാനായിട്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് അത് ഫുള്ളും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കുറേയൊക്കെ ബുദ്ധിമുട്ടാണ്, ബട്ട് അത് ട്രൈ ചെയ്യാനുള്ള ആ ഒരു എൻഡ്യൂറൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഇപ്പൊ നമിതയിലേക്ക് വരുവാണെങ്കിൽ, നമിത പറഞ്ഞാട്ടെ. ഈ നാടകം ഒരുപാട് എനിക്ക് തന്നു. ഇൻഡിവിജ്വലി പേഴ്സണലി പറയുവാണെങ്കിൽ വോയിസ്, ഇപ്പം നമ്മുടെ വോയിസും ഭയങ്കര രസമുള്ള ഒരു സ്വീറ്റ് എല്ലാവരും കേട്ടോ, നല്ലൊരു ശബ്ദം. ഉറക്കെ സംസാരിക്കാൻ എനിക്കിപ്പോൾ പറ്റും. പണ്ടത് പറ്റത്തില്ലായിരുന്നു. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ എന്നിൽ തന്നെ കണ്ടുള്ളൊരു ഫാക്ടർ ആയിരുന്നു. അതിപ്പോ അങ്ങ് ശരിയായി. തുറന്നു. പിന്നെ കുറെ കാര്യം ഇപ്പം ഓരോ ദിവസവും ഈ നാടകത്തിൽ വരുമ്പം പുതിയ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അല്ലെ നേരത്തെ ഇപ്പം ഇന്നലെ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ പോളിഷ് ചെയ്യാനും പറ്റുന്നുണ്ട്. പുതുതായിട്ടൊരു 10 കാര്യം അല്ലാതെയും പഠിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കലി ആണെങ്കിൽ എന്താ ഇച്ചിരി കൂടെ സ്ട്രെങ്ത് കൂടി, എൻഡുറൻസ് കൂടിയ പോലെ തോന്നുന്നു. ഇപ്പം കുറേ നേരമൊക്കെ ലൈക്ക് ഇങ്ങനെ നിന്നാലും അല്ല എന്തെങ്കിലും എക്സസൈസ് ചെയ്യുവാണെങ്കിൽ പോലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പണ്ട് അത്രയും പോലും തീരെ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ മറ്റേ എക്സാക്ട്ലി ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. ബാക്കി പിന്നെ അല്ലാതെ സ്കിൽ വൈസ് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അവിടെ സെൽഫ് റിയലൈസേഷൻ അല്ലേ? റിയലി അത് ഒരുപാട് വന്നു. ഓക്കെ, ഭാവിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഭാവിക്ക് ഈ ഒരു ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ എന്തൊക്കെ സംഭാവന നൽകി? ഭാവിക്കിന്റെ ഒരു സംശയമുണ്ട്. എന്താണെന്നറിയോ, മുമ്പേ ഇത് ഇങ്ങനെ ഭാവിക്കിന്റെ അടുത്തേക്ക് പോയിട്ട് ഇതിങ്ങനെയാണ് തിരിച്ചു പോയത്. അതുകൊണ്ട് ഒരു ഫുള്ള് പറഞ്ഞു തീർത്തിട്ട് എന്നോട് തന്നെ ആണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് മൈക്ക് പിടിച്ചേക്കുന്നത്. വേണ്ടി മാത്രം ഞാൻ ചോദിച്ച ചോദ്യം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഭാവിക്കിന് പറയാനുള്ളത്? ഞാൻ പ്രത്യേകിച്ച് ആക്ടിങ്ങിന് വേണ്ടി മാത്രമാണ് വന്ന്, പക്ഷേ 4-5 പേജൊക്കെ ഡയലോഗ് പഠിക്കാൻ ഇച്ചിരി പാടാണെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബാക്ക് സ്റ്റേജും വേണമെങ്കിൽ നോക്കാം ഞാൻ പറഞ്ഞു. അന്നേരത്തേക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ബാക്ക് സ്റ്റേജിന് തലവേദന മൊത്തം എനിക്കായി വന്നു. കോൾ വരാത്ത ഫോൺ ഇപ്പൊ നിറച്ച് കോൾ വരുമ്പോഴേ എനിക്ക് സങ്കടമില്ലായിരുന്നു, ആരും വിളിക്കാനില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അത് മാറി കിട്ടിയില്ലടാ? ഇപ്പൊ ഒട്ടും സങ്കടമില്ല, കോള് വരാതിരിക്കാനാ പ്രാർത്ഥിക്കുന്നത്. ഫോണിനൊക്കെ ഇത്രയും ബാറ്ററി ലൈഫ് വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ എന്താ ബാക്ക് സ്റ്റേജിൽ എന്നതും ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പവർ ഭാവിക്കിന് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പോ കേട്ടത് നിങ്ങൾ അഭിനേതാക്കളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കുട്ടികൾക്ക് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പം കാണികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ടാണ് നമ്മുടെ ഈ ഒരു ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ തയ്യാറായി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം, അറിയണം. അപ്പൊ എന്തായാലും അവർ തയ്യാറാണ്, നമ്മളും തയ്യാറാണ്. പാട്ടുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ തയ്യാറായി നിൽക്കുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ. Curtain Raiser. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് ഇന്നത്തെ SK ജംഗ്ഷനിലെ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ കോളേജിലേക്ക് ചെന്നു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിൽ വൈബാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കുന്നത് നമ്മളെല്ലാവരും ചില്ലാക്കി മാറ്റാനായിട്ട് ഒരു നാടകം നടക്കുന്നുണ്ട്. എവിടെയാണ് ദിവ്യ? CMS കോളേജിലാണ് അത് നടക്കുന്നത്. അത് വെറും ഒരു നാടകമല്ല. എന്ത് നാടകമാണ് ജോ? പ്രൊമനേഡ് നാടകം ഫെബ്രുവരി 19 മുതൽ 22 വരെ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ അണിചേർന്നിരിക്കുകയാണ് നമ്മളെ വിസ്മയിപ്പിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ കുട്ടികളെ ഈ ഒരു നാടകത്തിന്റെ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പഠിച്ചെടുത്തു അല്ലെങ്കിൽ അവർക്ക് അത് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമുക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അപ്പം ഞാൻ അഞ്ജു മാമിലേക്ക് പോകണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ മൈക്ക് കൈമാറുന്നത് പ്രണവിലേക്കാണ്. പ്രണവ് അഭിനയിക്കണം എന്ന മോഹത്തിൽ വന്ന ഒരാളാണ്. സോ പറഞ്ഞാട്ടെ പ്രണവ്, ഞങ്ങൾ കാണികൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഡ്രാമ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേജിലാണ് കൂടുതൽ ചെയ്യുന്നത്. ആൾക്കാർ ഇരിക്കുന്നു, ബാക്കി ഇരിക്കുന്നു, കാണുന്നു, അങ്ങനെ. ഇത് ആൾക്കാർ ഓഡിയൻസ് എന്നല്ല, നമ്മൾ നമ്മുടെ ഒരു പാർട്ടാണ് അവർ. നമ്മുടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കൂടത്തൊരു പാർട്ട്. നമ്മളൊരു ഓരോ സീൻ പോകുമ്പോൾ നമ്മുടെ കൂടത്തിൽ വരിക, ഓരോ സീൻ അവിടുന്ന് അടുത്ത വെന്യൂലോട്ട് പോകുമ്പോൾ ഞാൻ കാമിയോ ആയ പോലെ അവരെല്ലാരും അഭിനയിക്കുവാണ് അതിനകത്ത്. ഓക്കെ, നമ്മൾ ഷേക്സ്പിയർ പറയല്ലോ ജീവിതമേ നാടകം എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളും ആ ഒരു നാടകത്തിൽ ഞങ്ങളും ജീവിക്കുകയാണ്. അപ്പം അഞ്ജു മാം പറഞ്ഞാട്ടെ, എന്താണ് ഞങ്ങൾ കാണികൾക്കായിട്ട് ഇപ്പം കുട്ടികൾ പറഞ്ഞു അവർക്ക് സെൽഫ് റിയലൈസേഷൻ, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയി റെസ്പോൺസിബിലിറ്റി അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ പഠിച്ചു. കുറച്ചും കൂടെ ശബ്ദമൊക്കെ അങ്ങോട്ട് തുറക്കാനായിട്ട് അങ്ങോട്ട് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഞാൻ കുട്ടികളിൽ നിന്ന് തുടങ്ങാം. അവർ പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അവരൊരു ടീമാണ്. ഇപ്പം നമ്മൾ ചക്ദേ സിനിമയിൽ കാണുന്ന പോലെ അവരിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അത്രയ്ക്ക് ഒരു ടീമായി. സോ ആ ഒരു ടീം എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഒരു ഇതിലുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. സോ തിയേറ്റർ ഹാസ് ഗിവൺ us ദാറ്റ് സ്പേസ് ആൻഡ് ദേ വിൽ സ്റ്റാൻഡ് ഫോർ ഈച്ച് അതർ. അതെ, അത് ഒരു വണ്ണസ്. അതൊരു ഭയങ്കര റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഓഡിയൻസ്, നമ്മൾ പ്രണവ് പറഞ്ഞതുപോലെ ഇതൊരു കാഴ്ചയല്ല, ഇതൊരു അനുഭവമാണ്. അതാണ് പ്രൊമനേഡ് തിയേറ്റർ എന്ന് പറയുന്നത്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്നുള്ള നോവലിലും കൂടെ NS മാധവൻ സാർ ഓൾറെഡി പല മൾട്ടി ലെയേർഡ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കഥ അറിയണമെങ്കിൽ നമുക്ക് നോവൽ വായിക്കാം. പക്ഷേ നമ്മൾ ആ കഥയെ ഒരു കാഴ്ചയായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ടു എക്സ്പീരിയൻസ്. സോ വി ആർ റീക്രിയേറ്റിംഗ് ലണ്ടൻ ബത്തേരി ഫോർ യു. ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇൻ CMS. ആൻഡ് അത് CMSന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു ക്യാമ്പസിന് മാത്രമേ ലണ്ടൻ ബത്തേരിയെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഇതിനെ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ആ ഒരു സ്റ്റോറി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. 1-2 ചെറിയ എക്സാമ്പിൾസ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു വെന്യൂവിൽ നമ്മൾ എങ്ങനെ വേറൊരു വെന്യൂവിലേക്ക് മാറും എന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പം ആദ്യത്തെ വെന്യൂവിൽ നിന്ന് നമ്മളൊരു കുട്ടിയുടെ മാമോദീസയുടെ പാർട്ടായിട്ടാണ് രണ്ടാമതൊരു വെന്യൂവിലോട്ട് മാറുന്നത്. അപ്പം നമ്മൾ അത് ആ ഒരു പ്രൊസഷൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ആ വെന്യൂ കുട്ടിയുടെ മാമോദീസ കഴിയുമ്പോഴുള്ള ഭക്ഷണമുണ്ട്. ഒരു ക്യാരക്ടർ ബിരിയാണിയെ പറ്റി പറയുന്നു. അപ്പം ക്യാരക്ടേഴ്സും ഒപ്പം ഒരു ചെറിയ പോർഷൻ ഓഫ് ബിരിയാണി നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാച്ചിങ് തിങ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു വാച്ച് ദ സ്റ്റോറി, ബട്ട് യു ആർ ബീയിങ് എ പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. സോ വി ആർ റീക്രിയേറ്റിംഗ് ലണ്ടൻ ബത്തേരി ഫോർ യു ഇസ് വാട്ട് വി വുഡ് ലൈക്ക് ടു സേ. ഓക്കെ മാം, അപ്പം നമ്മൾ ഇപ്പം മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു കാഴ്ചയല്ല അനുഭവമാണ് എന്നുള്ളൊരു കാര്യം. അപ്പം CMS കോളേജിനെ ഇതിനേക്ക് സജ്ജമാക്കുക അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇതിലേക്ക് സജ്ജമാക്കാനായിട്ട് തയ്യാറായ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ പേരുകളൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഒന്ന് പറയാമോ? നമ്മുടെ കോൺസെപ്ച്വലൈസേഷൻ ചെയ്തിരിക്കുന്നത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അതുൽ മോഹൻ സിംഗ് എന്ന് പറഞ്ഞ ആളാണ്. അതുൽ കൊല്ലംകാരനാണ്. നമ്മുടെ ബിഗിനിങ് തൊട്ടിങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അതുലാണ് ഇവരെ മോൾഡ് ചെയ്യുന്നതിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡ്രമാറ്റേഴ്ഗ് വിപിൻ കുമാർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരംകാരനായിട്ടുള്ള ഒരാളാണ്. വിപിനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം ഇവർ രണ്ടുപേരും ത്രൂ ഔട്ട് ദ ജേർണി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ തിയേറ്റർ ക്ലബിലെ ബാക്കി ടീച്ചേഴ്സ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്മിത മാം, അരുൺ സർ, അന്ന മാം, സെലിൻ, ഇങ്ങനെ നമ്മുടെ കോളേജിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് വർക്ക് വി വുഡ് സേ. ഓക്കെ, എന്തായാലും ആ ഒരു അവരുടെ ഒരു ടുഗദർനെസ്സിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ 19 മുതൽ 22 വരെ CMS കോളേജിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന NS മാധവൻ സാറിന്റെ നോവലിന്റെ ഒരു നാടക ആവിഷ്കാരം
നടക്കാനായി പോകുന്നു. 130 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു നാടക ആവിഷ്കാരം. യെസ്, അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ കൂടുതൽ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. എന്റെ മനസ്സിലിപ്പോൾ എനിക്ക് വന്നൊന്ന് കണ്ടാ മതി എന്നുള്ളൊരു ഫീൽ ആയിട്ടോ ഇത് കേട്ട് കേട്ട് കേട്ട്. എന്തായാലും അസൂയപ്പെടല്ലേ എന്നോട്, ഞാനൊന്ന് കുറച്ച് കണ്ടായിരുന്നു കേട്ടോ. അല്ല, എനിക്ക് ഫുൾ ഫോമിൽ അല്ലെ ഫുൾ ഫ്ലെജിൽ മൊത്തം കാണും ആ കഥാപാത്രങ്ങളുടെ കൂടെ. ഇപ്പൊ മാം പറഞ്ഞ പോലെ ആ ഒരു ബിരിയാണി പോർഷൻ കഴിക്കാനുണ്ട്. കാരണം ടു ബി ഇൻ ലൈക്ക് നമുക്ക് ഈ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അല്ല, നമ്മളെ ഒരു സിനിമ കാണാന്ന് പറയുമ്പോൾ നമുക്ക് ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ മാറ്റി വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും, ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് എത്തി ആ കഥാപാത്രങ്ങളിൽ ഒരാളായി മാറാനായിട്ട് ഒരു കൊതി. അപ്പം എന്തായാലും അങ്ങനെ കൊതിച്ചിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഈ 19 തീയതി മുതൽ 22 തീയതി വരെയാണ്. യെസ്, ഞാനത് കണ്ടു എന്ന് പറഞ്ഞല്ലോ ജോ. ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ആ ലാസ്റ്റ് പോർഷനിൽ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം ഞാനിവിടെ പറയുന്നില്ല. ആ സംഭവത്തിന്, അതായത് ഈ അവസാനത്തിനോട് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ഒരു ഇമോഷണൽ ഒരു സംഭവമുണ്ട്. അതിന് എൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നു. ഈവൻ പ്രാക്ടീസിന് പോലും. ഇത് ഞാൻ ചുമ്മാ ഇവരിയ്ക്കുന്നത് കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. എക്സാക്ട്ലി ഇപ്പൊ പറയുമ്പോഴും ഞാൻ ആ ഒരു സന്ദർഭം ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ, എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. പക്ഷെ അടിപൊളിയായിരിക്കും, ഇതെന്തായാലും സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും SK ജംഗ്ഷനിൽ ഇനി പാട്ടുകളാണ്. കൂടെ RJ ജോ ആൻഡ് RJ ദിവ്യ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനേകൾ. കർട്ടൻ റൈസർ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനിൽ ഇങ്ങനെ നാടക വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. കുറച്ച് നല്ല കല്ലുകളായിട്ട് വന്നിട്ടുള്ള കുട്ടികളെ നല്ല പോലെ രൂപകൽപ്പന ചെയ്തെടുത്ത് ഓരോ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്ന, അങ്ങനെ ആ 19 തൊട്ട് 22 വരെ ആ ഒരു രൂപങ്ങളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത്. കല്ലുപോലെ നിൽക്കുന്ന രൂപങ്ങളെ അല്ല, ആ ഒരു രൂപത്തിന്റെ ഭംഗിയാണ് കഥാപാത്രങ്ങളിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശില്പി ഒരു കല്ലിനെ എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തെടുക്കുന്നത് അല്ലെ, അതുപോലെ അവരെ തന്നെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഭാവിക്കിലേക്ക് ഞാനൊന്ന് വരുവാണ്. ഭാവിക്ക് ഒരു സ്റ്റേജ് മാനേജർ, അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജ് കോർഡിനേറ്റർ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ വരാനായിട്ട് വരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാണികളായിട്ട് വരുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ എപ്പോൾ വരണം, ഞങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞോട്ടെ. കാരണം ഞങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ ആകാംക്ഷാഭരിതരാണ്. ഞങ്ങൾ 6:45 ഉറപ്പായിട്ടും ഞങ്ങൾ നാടകം തുടങ്ങും. അന്നേരം ഒരു 6:30 മുമ്പേ അവിടെ എത്തിയിരിക്കണം. കാരണം ഒരു സെക്കൻഡ് പോലും മിസ്സായി പോയാൽ ആ കഥ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. അന്നേരം സമയത്ത് എത്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി കാര്യം. പിന്നെ നമുക്ക് നോക്കാനുള്ള പ്രത്യേകിച്ച് കാര്യം, പിള്ളേര്, കൊച്ചു പിള്ളേർ, ഈ ഭയങ്കര 5 വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേരൊക്കെ കൊണ്ടുവരാതിരിക്കാൻ നല്ലത്. കാരണം പിള്ളേർ പേടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം കൊച്ചു പിള്ളേർ സെൻസിറ്റീവ് ആണല്ലോ. അന്നേരം ആ കാര്യം ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തക്കതായി ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ടിക്കറ്റ് ഞങ്ങൾ എവിടെ നിന്ന് എടുക്കണം? ടിക്കറ്റ് ഞങ്ങളുടെ കോളേജിന്റെ വെബ്സൈറ്റിൽ ഉണ്ട്. എപ്പം കയറിയാലും അതവിടെ ഉണ്ട്. ജസ്റ്റ് 500 rupees. Okay, per head 500 rupees. ക്ലാസിക്കിന് 500ഉം പ്രീമിയത്തിന് 1000 അല്ലേ? അതെ. ഓക്കെ. അപ്പം മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ വെബ്സൈറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ലോഗിൻ ചെയ്യണോ തുടങ്ങിയ വിശദ വിവരങ്ങളൊന്ന് പറയാമോ? CMS കോളേജിന്റെ വെബ്സൈറ്റ് cmscollege.ac.in നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് പ്ലേയുടെ അനൗൺസ്മെന്റ് കിടപ്പുണ്ട്. അതിന്റെ താഴെ ബുക്ക് യുവർ പാസസ് നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. അവിടെ നമുക്ക് പ്രീമിയം ഓർ ക്ലാസിക് ടിക്കറ്റ്സ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റിനനുസരിച്ച് ചൂസ് ചെയ്യാം. നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളൂ. ഇതിങ്ങനെ ഓഡിയൻസ് നമ്മുടെ കൂടെ മൂവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്കൊരു ലാർജ് ക്രൗഡിന് കേറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 90 സീറ്റ്സ് ആണ് നമ്മൾ ഒരു ദിവസത്തേന് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഗ്രാബ് യുവർ ടിക്കറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദേർ വിത്ത് അസ്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും അപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ CMS കോളേജിലെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക അല്ലേ. ഈ ഒരു അനുഭവങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇനി ഒരു കിഡിലൈൻ ട്രാക്കാണ് എത്തുന്നത് SK ജംഗ്ഷനിൽ. പാട്ടുകൾക്ക് ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി, നമുക്ക് കുറച്ച് കാളുടെ പേരുകൾ കൂടെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് ആരുടേതൊക്കെ എന്ന് ഉള്ളത് നമിത, നിവേദിത, പ്രണവ്, ശ്രേയ, ഭാവിക തുടങ്ങിയ നമ്മുടെ ടീം അംഗങ്ങൾ അഞ്ജു മാമിന്റെ നേതൃത്വത്തിൽ നമ്മളോട് അറിയിക്കുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ.
ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. കേർട്ടൻ റൈസർ. സർഗക്ഷേത്ര 89.6 FM എസ് കെ ജംഗ്ഷൻ. നമ്മളങ്ങനെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ അങ്ങനെ CMS കോളേജിൽ അരങ്ങേറാൻ പോകുന്നതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 സ്റ്റുഡൻസും ഒരു ടീച്ചറുമാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ടീച്ചർ ഇരിക്കുന്നു എന്നുള്ള ഒരു ഒരു ഫീല് തോന്നുന്നില്ല. കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു ടീച്ചർ, ഒരു കോർഡിനേറ്റർ പ്ലസ് ടീച്ചർ ആണോ? അതെ, യെസ്. നമ്മുടെ തിയേറ്റർ ക്ലബിന്റെ കോർഡിനേറ്റർ അഞ്ജു മാമിനെ കുറിച്ചാണ് നമ്മുടെ ദിവ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ദിവ്യ പറഞ്ഞു കുട്ടികളോടൊപ്പം ചേർന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ അവരെ ഒരു അമ്മയെ പോലെ അവരെ ഇങ്ങനെ കരുതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടേ ഇരിക്കുകയാണ്. തിയേറ്റർ ക്ലബിനെ അത്രയും പവിത്രമായിട്ട് മാം ഇങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു CMS കോളേജിലാണ് നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇനി ഈ കോളേജിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ മാം ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നു, സോ കോളേജ് ഓക്കെ പ്ലീസ് ഡു ഇറ്റ് അഞ്ജു എന്നുള്ളൊരു ഒരു ഡബിൾ ഡമാക്ക മൂഡായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും കോളേജിന്റെ ഫുൾ സപ്പോർട്ടിലാണ് നമ്മൾ ഈ ഒരു വെഞ്ചറിലോട്ട് നമ്മൾ എംബാർക്ക് ചെയ്യുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ് മാം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആയിരുന്നു. മാം ഒരു ആർട്ട് തിയേറ്റർ ലവറാണ്. അപ്പം മാം ഭയങ്കര പാഷനേറ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു ഓരോ ഐഡിയ ആയിട്ട് മാമിൻ്റെ അടുത്ത് തരുമ്പോൾ ഗോ ഹെഡ് ഡു ഇറ്റ് എന്നുള്ളൊരു ഗ്രീൻ സിഗ്നൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എനി ചാലഞ്ച് വി ഫേസ് വി ഗോ ടു ഹെർ ആൻഡ് ഷീസ് ലൈക്ക് ഐ സോർട്ട് ഇറ്റ് ഔട്ട് ഫോർ യു. അപ്പം നമ്മൾ NS മാധവൻ സാറിനെ വിളിക്കുന്ന കാര്യം തൊട്ടിങ്ങോട്ട് ഓരോ കാര്യത്തിനും മാം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ ബേസാർ ആണെങ്കിലും അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ കമ്മിറ്റീസ് ഇതിൽ ഫങ്ഷനിങ് ആണ്. നമ്മളിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ പറയുമായിരുന്നു നമ്മളൊരു 19 പേര് ഇതിൻ്റെ അകത്ത് ഒരു 1.5 മാസമായിട്ട് ഇത് മാത്രം ചിന്തിച്ച് നടന്നിട്ടും യെറ്റ് നമ്മളൊരു ഫോമിലോട്ടാകുന്നു തീരുന്നൊരു ഫീലിംഗ് ഇല്ല. നമ്മളിങ്ങനെ ഓരോന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രിൻസിപ്പലുണ്ട്, നമ്മുടെ ബേസാറുണ്ട്, നമ്മുടെ സീനിയർ മോസ്റ്റ് ഫാക്കൽറ്റി മെമ്പർ ഓഫ് ആ കോളേജ് ജേക്കബ് ഈപ്പൻ കുന്നത്ത് എന്ന് പറഞ്ഞ സാറുണ്ട്. സാറ് നമ്മുടെ പ്ലേ നടക്കുന്ന കാര്യങ്ങൾ ഇത് ചെയ്യാനാണെങ്കിലും നമ്മുടെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും സാറ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ക്ലബിലെ ഞങ്ങൾ 5 ഫാക്കൽറ്റി മെമ്പേഴ്സാണ് തിയേറ്റർ ക്ലബിലുള്ളത്. ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് വി സ്റ്റുഡ് ഷോൾഡർ ടു ഷോൾഡർ ഇൻ മേക്കിംഗ് ദിസ് ഹാപ്പൻ. Atul and Vipin, we are indebted to them for all that they have done for us. And then Atulൻ്റെ ഒരു ഫ്രണ്ട് ഫറീൻ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ആർട്ടിസ്റ്റ്. ഫറീൻ ആക്ച്വലി ഫ്രാൻസിൽ നിന്ന് ഒരു മാസത്തെ വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരാഴ്ചത്തേന് വേണ്ടി കോളേജിൽ വന്ന് നമ്മുടെ കൂടെ താമസിച്ച് ഫറീൻ നമ്മളെ ട്രെയിൻ ചെയ്തു. ഇവർക്കതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന ഒരാൾ ഒരു എക്സ്പോഷർ ആയിരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്. പിന്നെ ഇവരുടെ ഇനീഷ്യൽ വർക്ക്ഷോപ്പ് ഇവർ ചെയ്തത് സ്പേസ് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞ കൊച്ചിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്. അതിലെ അജിത്തും അനാമികയാണ്. സോ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്റർ ക്ലബ്ബ് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ലായിരുന്നു. ബട്ട് വെൻ വി ട്രൂലി ഡിസയർ സംതിങ് ദ യൂണിവേഴ്സ് കൺസ്പയർസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ഫോർ അസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നമ്മൾ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ഒരുപാട് ബിയോണ്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഓരോ പോയിന്റിലും നമ്മൾ സ്റ്റാർട്ടിങ് വർക്ക്ഷോപ്പ് തൊട്ട് ഇവർക്ക് ബൈപ്പാസിൽ റോഷൻ്റെയും ടീമിൻ്റെയും കൂട്ടത്തിൽ വോളണ്ടിയർ എനിക്ക് കിട്ടി. സോ അന്ന് ആ ഒരു വോളണ്ടിയറിങ് കഴിഞ്ഞിട്ട് കുട്ടികൾ വന്ന് പറഞ്ഞു അവരൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം ഇപ്പം ദേ ആർ ഡൂയിങ് ദാറ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ഫോർ അസ് ടു ക്രിയേറ്റ് സംതിങ് മെമ്മറബിൾ ഫോർ ദം. യെസ്, മാമിൻ്റെ ആ വാക്കിലെ ഒരു എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, എല്ലാം ആ ഒരു വേർഡ്സിൽ നിന്ന് നമുക്ക് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ കുറച്ച് പാട്ടുകൾ വരട്ടെ, കാരണം നിറഞ്ഞു നിൽക്കുകയാണ് ആ വാക്കുകൾ. ഇനി അതിൽ കൂടുതൽ ഒന്നും പോത്തച്ചിന് പാടാനില്ല, എന്ത് പറഞ്ഞാലും അതിന് മുകളിലോട്ട് വരില്ല. യെസ്, അപ്പൊ എന്തായാലും SK ജംഗ്ഷനിൽ ഇനി പാട്ടുകളാണ് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM കൂടെ ജോ ഉണ്ട്, കൂടെ ദിവ്യ ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ. Curtain raiser. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. ഒരു സ്പെഷ്യൽ SK ജംഗ്ഷൻ എന്ന് പറയാം. CMS കോളേജിലെ ഈ വരുന്ന 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നടക്കുന്ന
ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നാടകത്തിന്റെ കർട്ടൻ റേസർ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും CMS കോളേജിലെ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ. ഈ ഒരു തിയേറ്റർ ക്ലബിന്റെ കോർഡിനേറ്ററായ അഞ്ജു മാം ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇനി ആ നാടകം ഒന്ന് കണ്ടാൽ മതി, ഈ ഒരു പ്രൊമനേഡ് നാടകത്തിന്റെ ഭാഗമായാൽ മതി എന്നുള്ളത് മാത്രമാണ്. കാരണം എവിടെയാണ് സംഭവം നടക്കുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ്, 19, 20, 21, 22 ദിവസങ്ങളിൽ നമ്മുടെ ഈ നാടകം നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വന്ന് പങ്കാളികളാവാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ ടിക്കറ്റ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ബാക്കിയുണ്ട്, ഞങ്ങളെ വെൽക്കം ഒന്ന് ചെയ്യണം പ്ലീസ്. കാരണം ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ വിളിക്കാതെ ഞങ്ങൾ വരൂലെന്ന്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? നമിതയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമിത പറഞ്ഞോളൂ. എല്ലാവരും മോസ്റ്റ് വെൽക്കം ആണ് ഞങ്ങളുടെ ഡ്രാമ കാണാൻ 4 ദിവസത്തേക്ക് 19 to 22. 4 ദിവസവും സെയിം ഷോ തന്നെയാണ് നടക്കുന്നത്. ഞങ്ങളെ കഥാപാത്രം, ഞങ്ങൾ ശരിക്കും ആ ക്യാരക്ടർ ആവണമെങ്കിൽ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം വേണം. അപ്പോൾ കോസ്റ്റ്യൂം ടീം എന്ന് പറയുമ്പം ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് കോസ്റ്റ്യൂം നിന്നത്. അവരെ ഗൈഡ് ചെയ്യാൻ കുറേ പേര് പുറത്തുനിന്ന് വന്നു. പിന്നെ അവരുടെ ഭാഗത്തു നിന്നും പിന്നെ നമുക്ക് ഫുഡ് തന്നവരായാലും നമ്മുടെ ഫിനാൻസ് ടീം ആയാലും വർക്കേഴ്സ് ആയാലും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരിക, കാണുക, ആസ്വദിക്കുക, ക്ഷണിക്കുന്നു. അടിപൊളി. നിവേദിത എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളത്? സത്യത്തിൽ നമ്മുടെ നാടകത്തില് ഓഡിയൻസ് ആയിട്ട് ഇല്ല, നാട്ടുകാരാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബെല്ല് മുതൽ കർട്ടൻ കോൾ വരെ ഓഡിയൻസ് ആയിട്ട് കാണാൻ വരുന്ന എല്ലാവരും ലണ്ടൻ ബത്തേരിയിലെ നാട്ടുകാരാവുകയാണ്. സോ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. സോ ഐ ഹോപ്പ് എവരിവൺ ക്യാൻ മേക്ക് ടൈം ടു കം ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, ഭാവിക് എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്? നിവേദിത പറഞ്ഞ പോലെ ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. CMSൽ ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ കോട്ടയത്ത് നിന്ന് വിട്ടുപോയതുപോലെയാണ്. പിന്നെ ഈ കോട്ടയത്തിൻ്റെ അടുത്തൊന്നും കാണാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ആൾക്കാർക്ക് ഈ ഒരു നാടകം കാണാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരുക്കുവാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവർക്കും തുള്ളാനും അവർക്കും നടക്കാനും ആസ്വദിക്കാനുള്ളൊരു സ്ഥലം ഞങ്ങൾക്ക് ഒരുക്കുക. ഓക്കെ, ലണ്ടൻ ബത്തേരിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് നമ്മുടെ CMSലെ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വരിക എന്നുള്ളതിന് പകരം ഞങ്ങളുടെ കൂടെ ഒന്ന് അഭിനയിക്കാൻ വരുമോ എന്ന് പറയുന്ന പോലെ ആയല്ലേ. അഭിനയിക്കാൻ അവർ തയ്യാർ, അനുഭവിക്കാൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ശ്രേയ പറഞ്ഞാട്ടെ. ഓക്കെ, ഞങ്ങളിവിടെ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഒരു ലണ്ടൻ ബത്തേരി തന്നെ, CMSന്റെ വേർഷൻ ലണ്ടൻ ബത്തേരി. അപ്പോൾ എറണാകുളത്തുള്ള ലണ്ടൻ ബത്തേരി ഞങ്ങൾ ഇവിടെ CMSൽ കൊണ്ടുവരും. അപ്പം നിങ്ങളെല്ലാവരും ഇതിവിടെ വന്ന് ഈ ലണ്ടൻ ബത്തേരി ഞങ്ങൾ ഒരുക്കിയത് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യാണ്ട് മസ്റ്റായിട്ട് വന്ന് കാണുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി പ്രണവിന് എന്താ പറയാനുള്ളത്? ഇപ്പം നിങ്ങളെല്ലാം പറഞ്ഞ വരെ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. നമുക്കും എല്ലാവർക്കും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഡ്രാമ എന്ന് പറയുമ്പോൾ പൊതുവെ സ്റ്റേജ് ഇരുന്ന് കാണുന്നു അലറിക്കറാന്ന് കാറുന്നവരല്ല ഇത്. നമ്മൾ എൻജോയ് ചെയ്യും, നമ്മളത് ഫീൽ ചെയ്യും. ഓരോ ഡയലോഗ് ആണെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ഇപ്പം പറഞ്ഞ പോലെ നല്ല ഫീൽ ചെയ്യുന്ന ഡയലോഗ്സ് കുറേ ഉണ്ട്. അതുപോലെ നമ്മൾ എൻജോയ് ചെയ്ത് ലാഫ് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ് ഉണ്ട്. കോട്ടയംകാർക്ക് ഇത് സ്പെഷ്യൽ ആയിരിക്കും. കാരണം കോട്ടയത്ത് CMS മാത്രം നടക്കുന്ന ഒരു കാരണമാണ് ഒരു സാധനം ആയതുകൊണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് കോട്ടയംകാർക്ക് ഒരു അഭിമാനമായിരിക്കും. ഞാനൊരു കോട്ടയംകാരനാണ്, അതുകൊണ്ട് അഭിമാനപ്പെടും ഞാൻ. അഭിമാനം വന്നപ്പോ ആ സൗണ്ട് ഒന്ന് ഉയർന്നത് കണ്ടായിരുന്നോ ജോ? ഞാൻ എങ്ങനെ ആലോചിക്കുവായിരുന്നേ, നമ്മൾ കോട്ടയംകാർക്ക് അഭിമാനമാണ് CMS കോളേജ് എന്ന് പറഞ്ഞത്. CMS കോളേജ് അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്നു ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നാടകം. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നമുക്കതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ജോ, നമ്മളുടെ SK ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ കർട്ടൻ. നമ്മളുടെ കാണികൾക്കും അവർക്കും ഇടയിൽ നമ്മളുടെ അവിടെ കർട്ടനേ ഇല്ല. ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. യെസ്, അപ്പൊ എന്തായാലും ഈ 19-ാം തീയതി, 20-ാം തീയതി, 21, 22 തീയതികളിൽ CMS കോളേജിൽ അരങ്ങേറുന്ന പ്രൊമനേഡ് നാടകമായ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നാടകത്തിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മൾ CMS കോളേജിന്റെ ഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ വന്നിരിക്കുന്ന എല്ലാവരെയും, ഇപ്പം നമിത, നിവേദിത, പ്രണവ്, ഭാവിക, ശ്രേയ എല്ലാവരുടെ പേരിൽ നിന്നും ഒരു വാം വെൽക്കം. ബാക്കി അവിടെ ഉള്ളവരുടെ പേരിലൂടെ നമ്മുടെ ടീം ഓഫ് 25 അല്ലേ, എല്ലാവരുടെയും പേരിൽ നമ്മളൊരു വാം വെൽക്കം അങ്ങോട്ട് അറിയിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അവിടെ കാണാം. ഇനി നിങ്ങളുടെ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇനി കാണാനായിട്ട് അവിടെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അങ്ങോട്ട് ബൈ ബൈ പറഞ്ഞാലോ? അതെ, പ്രവേശനം പാസ് ടിക്കറ്റ് മൂലമാണ്. അപ്പോൾ എല്ലാവരും CMS കോളേജിന്റെ വെബ്സൈറ്റിൽ കയറുക, ടിക്കറ്റ് എടുക്കുക, അങ്ങോട്ട് ചെല്ലുക, ആസ്വദിക്കുക, അങ്ങോട്ട് തറക്കുക. ഓക്കെ, എൻ്റെ ഭാവിക്ക് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് അടിവരായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 6:45 ആകുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരു 6:30 ആകുമ്പോഴെങ്കിലും നമ്മൾ അവിടെ എത്തുക, ഒരുമിച്ച് പോയി അത് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് RJ Jo and RJ Divya signing off from SK Junction and you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗ
സർഗക്ഷേത്ര